യുഡിഎഫിന്റെ തിരിച്ചുവരവിന് കേരളത്തിൽ കളമൊരുങ്ങിയതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഖത്തറിൽ പറഞ്ഞു. യുഡിഎഫ് ഭരണത്തിലെ പുതിയ വികസന സംരംഭങ്ങളിൽ പ്രവാസികളെ സജീവമായി പങ്കാളികളാക്കും. ലോകത്തുടനീളം പഠന കോഴ്സുകളും തൊഴിൽ രീതികളും മാറി. അതിനനുസരിച്ച് കേരളത്തിലേക്കും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും സതീശൻ ദോഹയിൽ പറഞ്ഞു. ഖത്തറിലെ ഇൻകാസ് സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ പുതിയ വികസനത്തിനായുള്ള പ്രതീക്ഷകളും പദ്ധതികളും പ്രവാസികളുമായി പങ്കുവച്ചായിരുന്നു വി.ഡി. സതീശന്റെ പ്രസംഗം. യുഡിഎഫിന്റെ തിരിച്ചുവരവിന് കേരളത്തിൽ കളമൊരുങ്ങി. ഇനി യുഡിഎഫ് ഭരണത്തിലുള്ള വികസന സംരംഭങ്ങളിൽ പ്രവാസികളെ സജീവ പങ്കാളികളാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇൻകാസിന്റെ ഉജ്ജ്വലമായ ഖത്തറിലെ തിരിച്ചുവരവിന്റെ സായാഹ്നമാണ്. ഒരുമിച്ചാണ് നമ്മൾ, ടീമാണ്. ഞാൻ നാട്ടിലെ യുഡിഎഫുകാരോടൊക്കെ പറയുന്നത്, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചേക്കാനാണ്. എന്താ കാര്യം? അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. തീരപ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് അവിടെ ഉണ്ടാകുന്ന ജോലിയുടെ 1/3 കൊടുക്കണം, സംവരണം കൊടുക്കണം. സിംഗപ്പൂരിനെ പോലെ, സിയാറ്റിലിനെ പോലെ കേരളത്തിനൊരു പോർട്ട് സിറ്റിയായി മാറാനുള്ള സാധ്യതകളുടെ തുടക്കം UDF ഭരണകാലത്തുണ്ടാവും, മാറ്റമുണ്ടാവും. ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കേന്ദ്രമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. മാർച്ചിൽ ഇവർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുമായിട്ടാണ് ഇവർ അധികാരത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ നമ്മളോടൊരു ചോദ്യമുണ്ട്. നമ്മൾ വന്നാൽ കേരളത്തെ സാമ്പത്തികമായ ഈ കടക്കണിയിൽ നിന്നും തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കൃത്യമായ പദ്ധതികളും പരിപാടികളും നമുക്കുണ്ട്. ദോഹയിലെ ഐഡിയൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആയിരങ്ങൾ സംബന്ധിച്ചു. ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് പുറായിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നോർക്ക റൂട്ട്സ് ഡയറക്ടർ JK മേനോൻ, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ISC പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ, IBPC പ്രസിഡന്റ് താഹ മുഹമ്മദ്, ഇൻകാസ് മുഖ്യ രക്ഷാധികാരി ഹൈദർ ചുങ്കത്തറ, ഉപദേശക സമിതി ചെയർമാൻ സമീർ ഏറാമല, ഇൻകാസ് രക്ഷാധികാരികളായ ജോപ്പച്ചൻ തെക്കേക്കൂറ്റ്, മുഹമ്മദ് ഷാനവാസ്, ജോൺ ഗിൽബർട്ട്, വേൾഡ് KMCC വൈസ് പ്രസിഡന്റ് SAM ബഷീർ, ISC സെക്രട്ടറി ബഷീർ തുവാരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇൻകാസ് ജനറൽ സെക്രട്ടറി KV ബോബൻ സ്വാഗതവും ട്രഷറർ ജീസ് ജോസഫ് നന്ദിയും പറഞ്ഞു. ജയ് ഹിന്ദ് ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.